കേരള മനസാക്ഷി ആകെ ഞെട്ടിയ സംഭവമായിരുന്നു താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകം. മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് പോലീസ് ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 4 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. പ്രതികളുടെ വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിലാണ് ഇവ കണ്ടെത്തിയത്. ഇംതിയാസ് കരീം നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, ഇന്ന് രാവിലെ മുതൽ ഈ പ്രതികളുടെ 5 വിദ്യാർത്ഥികളാണ് നിലവിൽ കസ്റ്റഡിയിലായിട്ടുള്ളത്. അവരെ കെയർ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണോ ഈ നഞ്ചക്ക് കണ്ടെത്തിയത്? ആര്യാൻ ഹിമ, ഈ കേസിൽ അതായത് താമരശ്ശേരിയിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ മുഹമ്മദ് ഷഹബാസ് കൊല്ലപ്പെട്ട ഈ സംഭവത്തിന്റെ ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവാണ് ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇന്ന് താമരശ്ശേരിയിലെ ഈ പ്രതികളുടെ 5 വീടുകളിലും ഒരേ സമയം പോലീസ് 5 സ്ക്വാഡുകളായി തിരിഞ്ഞ് പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിലാണ് ഇപ്പോൾ ഷഹബാസിനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധമെന്ന് കരുതുന്ന നഞ്ചക്ക് പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. അതിൽ ഇതിലെ മുഖ്യപ്രതി എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ നിന്നാണ് ഈ നഞ്ചക്ക് കണ്ടെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രതികൾ ഉപയോഗിച്ചിരുന്ന 4 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഇവർ ഈ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ഈ പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ ഷഹബാസിനെ മർദ്ദിക്കണമെന്ന് പ്ലാൻ അടക്കമുള്ളതിന്റെ തെളിവുകൾ ഒരുപക്ഷെ ഈ മൊബൈൽ ഫോണുകളിൽ നിന്ന് ലഭിക്കുമെന്നാണ് ഒരുപക്ഷെ ഡിവൈഎസ്പി നേരത്തെ നമ്മളോട് പറഞ്ഞത്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മൊബൈൽ ഫോൺ തന്നെയായിരിക്കും. നേരത്തെ ഈ കുടുംബം പുറത്തു നിന്ന് ഒരു പക്ഷേ മുതിർന്നവരുടെയൊക്കെ സഹായം ഈ വിദ്യാർത്ഥികൾക്ക് ഷഹബാസിനെ ആക്രമിക്കാൻ, വിദ്യാർത്ഥി സംഘർഷത്തിലേക്ക് നയിക്കാൻ മുതിർന്നവരുടെയൊക്കെ സഹായം കിട്ടിയെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. അതടക്കമാണ് പരിശോധിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ പുറത്തു നിന്നുള്ള ആളുകളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ സന്ദേശം അയച്ച് അവരെ ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ആ തെളിവുകളൊക്കെ ഒരു പക്ഷേ കിട്ടുന്നത് ഈ മൊബൈലിൽ നിന്നായിരിക്കും. നേരത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയ ഒരു കാര്യം അതായിരുന്നു. ഈ മാരകമായ വലിയ രീതിയിലുള്ള അടിയാണ്, ആയുധം ഉപയോഗിച്ചുള്ള അടിയാണ് തലക്കേറ്റത്. 70% ആ സമയത്ത് തന്നെ തലക്ക് പരിക്ക് പറ്റിയിരുന്നു. തിരിച്ചു കിട്ടില്ല എന്ന് നേരത്തെ തന്നെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ നഞ്ചക്കാണ് ഇതെന്നാണ് കരുതുന്നത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് ഇതെല്ലാം പറഞ്ഞതുപോലെ ഈ മൊബൈൽ ഫോണുകൾ വളരെ നിർണായകമായ ഒരു തെളിവാണ്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കേണ്ടതുണ്ട്. ചില ഇൻസ്റ്റഗ്രാം കൂട്ടായ്മകൾ രൂപീകരിച്ചു. അതിൽ നിന്ന് വന്ന ചാറ്റുകളൊക്കെ, ഓഡിയോ സന്ദേശങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് ആൾക്കൂട്ട മർദ്ദനമാണെങ്കിൽ, കൊലപാതകമാണെങ്കിൽ പ്രതികളെ ഒരാൾക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്ന ശബ്ദ സന്ദേശം വരെ കേരളം കേട്ട സംഭവമാണിത്. അപ്പോൾ ആരാണ് ഈ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയത്, ആരാണ് അതിന്റെ അഡ്മിൻ, ആരൊക്കെയായിരുന്നു അതിൽ അംഗങ്ങൾ, അതൊക്കെ ഒരു പക്ഷേ ഈ പരിശോധനയിലൂടെ കണ്ടെത്തിക്കൂടെ? തീർച്ചയായിട്ടും ആര്യ, അത് തന്നെയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ പരിഗണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഗ്രൂപ്പ് 57 എന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആരാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, എന്നാണ് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രാഥമികമായി തന്നെ ഇതിൽ പരിശോധിക്കുന്ന ഒരു കാര്യം. അതിൽ എത്ര അംഗങ്ങളുണ്ട് എന്നതടക്കം പരിശോധിക്കുന്നുമുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ കണ്ടത് ആദ്യം കൊലവിളി നടത്തുന്നു. ആ കൊലവിളിക്കപ്പുറം ഷഹബാസ് വലിയ രീതിയിൽ പ്രശ്നമേറ്റ് മാരകമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നു എന്നറിയുമ്പോൾ പിന്നീട് അയക്കുന്ന ഓഡിയോ സന്ദേശമൊക്കെ ആ തരത്തിലുള്ളതായിരുന്നു. അതായത് ക്ഷമിക്കണം, ഞാൻ കരുതിക്കൂട്ടി ചെയ്തതല്ല എന്ന രൂപത്തിലൊക്കെ ആയിരുന്നു ആ ഓഡിയോ സന്ദേശമടക്കം വന്നിരുന്നത്. അതടക്കം പരിഗണിച്ചുകൊണ്ട് പഴുതടച്ച അന്വേഷണമാണ് പോലീസ് ഇതിൽ നടത്താൻ പോകുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് തന്നെ ഈ 4 മൊബൈൽ ഫോണുകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി അയക്കുന്നുമുണ്ട്. അതോടൊപ്പം നഞ്ചക്ക് മാത്രമാണോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ ഇവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. നേരത്തെ ഈ ഷഹബാസിന്റെ പിതാവ് ഇന്ന് രാവിലെയൊക്കെ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചിരുന്നത് ഇവർക്ക് മുതിർന്നവരുടെ സഹായം കിട്ടിയിട്ടുണ്ട്, രക്ഷിതാക്കളുടെ അടക്കം ഒത്താശയോട് കൂടിയാണ് ഇത്തരത്തിലേക്ക് ഈ രീതിയിലേക്ക് വിദ്യാർത്ഥികൾ പോയത്. അതോടൊപ്പം തന്നെ ഉയർന്നിരുന്ന മറ്റൊരു ആരോപണം, കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ ഈ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സമയത്ത് സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നു. അന്ന് 2 പേർക്ക് പരിക്ക് പറ്റിയിരുന്നു. ആ രീതിയിൽ ക്രിമിനൽ പ്രവർത്തനം നടത്തി വരുന്ന വിദ്യാർത്ഥികളാണിവർ. അവർക്കെതിരെ അന്ന് നടപടി ഉണ്ടായില്ല. അതൊക്കെ പരിഗണിക്കണം. ഈ വിദ്യാർത്ഥികളെ SSLC പരീക്ഷയടക്കം എഴുതിപ്പിക്കരുത് എന്ന രീതിയിലായിരുന്നു ഈ പിതാവിന്റെ അടക്കം പ്രതികരണം വന്നിരുന്നത്. എന്തായാലും ആ കുടുംബത്തിന് അന്വേഷണം നേരായ രീതിയിൽ ഇപ്പോൾ പോകുന്നു എന്ന് ആശ്വസിക്കാവുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്. അന്വേഷണം നേരായ രീതിയിൽ പോകണമെന്ന് തന്നെയാണ് ആ ഒരു കുടുംബം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. പക്ഷേ അതേസമയം തന്നെ കുടുംബം ആരോപിക്കുന്നുണ്ടല്ലോ ഇതിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ ഉൾപ്പെടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നൊരു സംശയമൊക്കെ അവർക്കുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? കുടുംബം എന്താണ് പറയുന്നത്?
അങ്ങനെ ഒരു ആരോപണം കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നുണ്ട്. കാരണം ഈ 5 വിദ്യാർത്ഥികളും പ്രതികളായിട്ടുള്ള 5 വിദ്യാർത്ഥികളും എന്ന് പറയുന്നത് അവരുടെ അച്ഛനമ്മമാരുടെയൊക്കെ ഒരു രാഷ്ട്രീയ സ്വാധീനം, അവർ ജോലി ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട് വലിയ ഉദ്യോഗാർത്ഥികളാണ് എല്ലാവരും, ഗവൺമെന്റ് സർവീസിലടക്കം ജോലി ചെയ്യുന്നവരാണ്. അതോടൊപ്പം രാഷ്ട്രീയമായിട്ട് അധിക ബന്ധമുള്ളവരും ഇക്കൂട്ടത്തിലുണ്ട്. ആ തരത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുമോ എന്നൊരു ഭയമാണ് ഇന്ന് ഷഹബാസിന്റെ കുടുംബം ഉന്നയിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ ഉന്നയിക്കുമ്പോൾ തന്നെ ഇന്ന് പോലീസ് എല്ലാ വീടുകളും റെയ്ഡ് നടത്തുന്നു, പ്രത്യേക സ്ക്വാഡ് ഇതിനു വേണ്ടി ഉണ്ടാക്കുന്നു, കൂടുതൽ പേരുടെ മൊഴികളെടുക്കുന്നു, CCTV ദൃശ്യങ്ങൾ കൂടുതൽ ശേഖരിക്കുന്നു. ആ രീതിയിൽ കേസന്വേഷണം മുന്നോട്ട് പോകുന്നതിൽ ഈ കുടുംബത്തിന് തൃപ്തിയുണ്ട്. ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഏറ്റവും നിർണായകമായ തെളിവ് അത് ആയുധമാണ്. അത് പരിശോധനയിൽ പ്രതികളുടെ വീട്ടിൽ നടത്തിയ പോലീസിന്റെ റെയ്ഡിൽ കണ്ടെത്തിയിട്ടുണ്ട്.